മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുക. ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. ഇന്നൊരു അനുഗ്രഹിക്കപ്പെട്ട വചനം കർത്താവ് നിങ്ങൾക്ക് തരാൻ പോവാം. ബൈബിൾ പറയുന്നു, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കയാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. വചനം ശ്രദ്ധിക്കണം. അനുഗ്രഹം അനുഭവിക്കാൻ കർത്താവ് വിളിച്ചേക്കുക. അത് കാണാനല്ല, കഥ പറയാനല്ല, അത് അനുഭവിക്കാനാണ്. ഇന്നത്തെ വചനത്താൽ ചിലർക്ക് അനുഗ്രഹം അനുഭവമാകും. എന്താണ് കർത്താവിൻ്റെ ബ്ലെസ്സിങ്സ്? താല്പര്യമില്ലേ നിങ്ങൾക്ക് അതൊന്ന് റിസീവ് ചെയ്യാനായിട്ട്? നിങ്ങളിത് വചനം ശ്രമിക്കുക. ഈ അനുഗ്രഹിക്കപ്പെട്ട വചനം നിങ്ങളുടെ മുത്തിൽ എത്തിക്കുവാൻ ഒരു ഫാമിലിയാ കാരണം. ആ ഫാമിലി ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആ വചനത്തിലേക്ക് വരാം. നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് ഒരു ചെറിയ വാക്യത്തിലേക്ക് വരാം. കർത്താവിന് സ്തോത്രം. 34 സങ്കീർത്തനത്തിൽ നിന്നാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ് 34 സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിൽ നിന്ന് കർത്താവിന് സ്തോത്രം അതിലെ 18 വാക്യം നമുക്ക് വായിക്കാം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഒരിക്കൽ കൂടെ വായിക്കാം ആ വാക്യം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അടുത്തത്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അടുത്തത്, അവന്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു. അവയിൽ ഒന്നും ഒടിഞ്ഞു പോകയില്ല. ആമേൻ. ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവ് വളരെ ഹൃദ്യമായി നമ്മളോട് ഈ വാക്യത്തിലൂടെ സംസാരിക്കും. സങ്കീർത്തന പുസ്തകത്തിൽ ഏറ്റവും നമുക്ക് ഏത് സമയം വായിക്കുന്ന കുറേ സങ്കീർത്തനങ്ങളുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? 91, 34, 103. ഇത് സങ്കീർത്തനങ്ങളൊക്കെ എപ്പോഴും വായിക്കുന്ന സങ്കീർത്തനങ്ങളാണ്. പ്രൈസ് ഗോഡ്. ശ്രദ്ധിച്ച് കേൾക്കണം. കർത്താവിന്റെ സ്തോത്രം. അങ്ങനെ എപ്പോഴും വായിക്കുന്ന സങ്കീർത്തനത്തിന്റെ ലിസ്റ്റിൽപ്പെട്ട ഒരു സങ്കീർത്തനമോ 34 സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിനകത്ത് സങ്കീർത്തനക്കാരനായ ദാവീദ് തന്റെ അനുഭവം ഷെയർ ചെയ്യുമ്പോൾ കർത്താവിന്റെ സ്തോത്രം, പലരും പലരെ മനസ്സിലാക്കുന്നില്ല. നമ്മളിൽ പലരും പലരെ മനസ്സിലാക്കുന്നില്ല. നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് അടിപൊളിയായിട്ട് ചിരിച്ചോണ്ടൊക്കെ കയറി വരുമ്പം കർത്താവിന്റെ സ്തോത്രം നമ്മൾ ഓർക്കും, ഓ എന്നാ ആ വീട്ടിൽ ജനിക്കേണ്ടതായിരുന്നു, ആ പുള്ളിക്കാരൻ്റെ ഭാര്യയാകേണ്ടതായിരുന്നു, അല്ലെ ആ വീട്ടിലെ മോനാകേണ്ടതായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇവിടെ സങ്കീർത്തനക്കാരൻ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിലോട്ട് ഇറങ്ങിയേച്ച് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു ഉറപ്പ് കൊടുക്കുക. ഹൃദയം നുറുങ്ങപ്പെട്ട നിനക്ക് എൻ്റെ കർത്താവ് സമീപസ്ഥനാ. നിങ്ങൾക്കറിയാമോ, ഏതു മനുഷ്യനെയും പ്രാർത്ഥനയിലേക്ക് നയിക്കുന്ന ഒരു ഘടകമാണ് ഹൃദയത്തിൻ്റെ നുറുക്കം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അധരചർമ്മണമല്ല പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്നവന് പ്രാർത്ഥനയുടെ ഒരു ഭാഷയുണ്ട്. ആമേൻ. വേദപുസ്തകത്തിൽ ധാരാളം പ്രാർത്ഥനാ വീരന്മാരെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് തുറന്ന് പറയാം, പ്രാർത്ഥനയുടെ ശക്തി അറിയുന്നവർ മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ. ആമേൻ. ഒരുറപ്പ് ഞാൻ വേദപുസ്തകത്തെ മുൻനിർത്തി പറയാം, നീ അകപ്പെട്ട കുരുക്കത്ര വലുതാണെങ്കിലും പ്രാർത്ഥന നിന്നെ പുറത്തു കൊണ്ടുവരും. ഞാൻ സ്നേഹത്തോടൊരു കാര്യം ഓർപ്പിക്കാം. കുഞ്ഞെ, നിന്റെ ബാങ്കിനകത്ത് 10 കോടി രൂപ ഉണ്ടേ നീ മിടുക്കനല്ല, പക്ഷെ നീ പ്രാർത്ഥിക്കുന്നവനാണേ നീ മിടുക്കണം. ആമേൻ. പ്രാർത്ഥന ഒരു വലിയ മർമ്മമാണ്. ആമേൻ. അത് വെളിപ്പെട്ട് കിട്ടിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഞാൻ ചില ആൾക്കാരോട് ഈ കഴിഞ്ഞ ദിവസം ഒരു മോനോട് ഞാൻ പറഞ്ഞു, കർത്താവിന് മോനെ, നിനക്ക് ഭയങ്കര ഫ്യൂച്ചറുണ്ട്, ഭയങ്കര ഭാവിയുണ്ട്. അപ്പം അവനോട് ചോദിച്ചു, അങ്കിൾ എന്നോട് പ്രവചിക്കുവാന്നോ? ഞാൻ പറഞ്ഞു, മോനെ പ്രവചനമൊന്നുമല്ല, എനിക്ക് നിന്റെ വീടിനെ നോക്കി പറയാൻ പറ്റും. അതെന്നെ അങ്കിളെ അങ്ങനെ പറയാൻ? ഒറ്റ കാര്യം, നിന്റെ അമ്മ പ്രാർത്ഥിക്കുന്നതാ. ആമേൻ. നിനക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നിന്റെ തലമുറയ്ക്ക് കിട്ടും നിന്റെ അമ്മ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ. പ്രാർത്ഥിക്കുന്നവർ ഒരു വീടിനകത്തുണ്ടെങ്കിൽ ആ വീടിന്റെ മുഖച്ഛായ ദൈവം മാറ്റും. ഞാൻ ഒറ്റ കാര്യം മാത്രം ഓർപ്പിക്കാം. ഇനി പ്രാർത്ഥന എന്താ? സ്തോത്രം. ശ്രദ്ധിക്കണം, സമയം കൊല്ലി അല്ല പ്രാർത്ഥന. ആമേൻ. പ്രാർത്ഥന എന്ന് പറഞ്ഞ ഹന്ന പറയുന്ന ഒരു ഭാഗമുണ്ട്, ഞാൻ ഹൃദയം ദൈവസന്നിധി പകരുകാരും. മനസ്സിലായില്ലയോ?
നോക്കിയേ, ഈ ബോട്ടിലെ വെള്ളം ഈ ഗ്ലാസ്സിലേക്ക് ഞാൻ പകരുന്നത് പോലെ, ഈ ബോട്ടിലെ വെള്ളം ഈ ഗ്ലാസ്സിലേക്ക് പകരുന്നത് പോലെ ഹന്ന പറയുക, അമ്മ അവളുടെ ഹൃദയം അവൾ കർത്താവിലേക്ക് പകർന്നു. ആമേൻ. ഈ ഫാസ്റ്റിംഗിന്റെ 16ാമത്തെ പകൽ പരിശുദ്ധാത്മാവ് പറയുക, ഹൃദയം പകരുന്ന ദിവസമാണ്. ഓ ലോർഡ്, നിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങളെ തിരിച്ചറിയുന്ന ദൈവം, തകർന്നു നുറുങ്ങി വിരിക്കുന്ന ഹൃദയത്തെ, നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ തിരിച്ചറിയുന്ന ദൈവം, മനസ്സിലാക്കാൻ കൃപ ലഭിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാവിലെ ഞാൻ കർത്തൃസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, പലരെയും പുറമേ കാണുന്നത് പോലെ അല്ല, പ്രൈസ് ഗോഡ്, ആരോടും പറയാത്ത ചില ഹൃദയ തകർച്ച അവരവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പറയുക, നീ വിവാഹം കഴിച്ച നിന്റെ ഭർത്താവ് നിന്നെ അറിയുന്നില്ല, നിന്റെ സഭയിലെ പാസ്റ്റർ നിന്നെ അറിയുന്നില്ല, പക്ഷെ ഒരു കാര്യം, എന്റെ ദൈവം നിന്നെ അറിയുന്നുണ്ട്. എന്നോട് ദൈവാത്മാവ് പറയുക, അമ്മി ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. ഈ ദാവീദ് സങ്കീർത്തനക്കാരൻ അത് പറയുന്നതിന് മുമ്പ് 34 സങ്കീർത്തനം 1-ാം വാക്യം കാണാതെ പറയണം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും. ചില ആൾക്കാർക്ക് കഷ്ടകാലം വരുമ്പോ അന്യായ സ്തുതിപ്പാ. സ്തുതി എന്ന് പറഞ്ഞാൽ സ്തോത്രം 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 ബ്രദറെ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കഷ്ടകാലം മാറി കഴിയുമ്പോഴോ ഇന്നൊരു അനുഭവം ഇല്ല, എന്നാ ബ്രദറെ ലേറ്റായി, ലേറ്റായി പോയി. നേരത്തെ വന്നേ, അന്നേരം സ്തുതിക്കാൻ വകയുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഒരു കാര്യം പറയും, കഷ്ടകാലത്ത് സ്തുതിക്കുന്നതിന്റെ 50 ഇരട്ടി നല്ല കാലത്ത് സ്തുതിക്കണം. അങ്ങനെ സ്തുതിച്ചാൽ കഷ്ടകാലം വരാൻ ദൈവം സമ്മതിക്കത്തില്ല. ഒരാമയും പറഞ്ഞു തുടങ്ങിയാട്ട് നമുക്ക് ബൈബിളിലേക്ക് വരാം. പരിശുദ്ധാത്മാവ് കർത്താവിന്റെ സ്തോത്രം വളരെ ഹൃദ്യമായി ഇന്ന് നമ്മളോട് സംസാരിക്കും. ഉറപ്പുള്ളവർ ചേർന്ന് ആമയും പറഞ്ഞാട്ട്. നിന്റെ പരാജയത്തെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുവാൻ പോകുന്നു. നിന്റെ ശൂന്യതകളെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് പ്രവചിക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, നിനക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വരുന്നത് ആത്മാവിൽ ഞാൻ കാണുകയാ. വിശ്വസിക്കുക. നമുക്ക് വേദപുസ്തകത്തിലോട്ട് വരാം. അമ്മി കർത്താവിന്റെ സ്തോത്രം. ചില തകർച്ചകളെ കർത്താവ് ഇന്ന് പണിയുന്ന ദിവസം അത്രേ. ചില ശൂന്യതകളെ ദൈവം പണിതെടുക്കുന്ന ദിവസങ്ങൾ അത്രേ. ചില പരാജയത്തെ ദൈവം അമ്മി മാറ്റിയെടുക്കുന്ന ദിവസങ്ങൾ അത്രേ. അത് വിശ്വസിക്കുന്നവർ ആമയും പറഞ്ഞാട്ട്. ഈ സങ്കീർത്തനക്കാരൻ ഇത് പറയാനുള്ളൊരു ചെറിയ കാരണം കർത്താവിന്റെ സ്തോത്രം നിങ്ങളുടെ മനസ്സിലോട്ട് ഞാൻ കൊണ്ടുവരാൻ പോകുക. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കർത്താവിന്റെ സ്തോത്രം 15-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കും. തൊട്ട് ചൊറ യഹോവയുടെ കണ്ണ് നിന്റെ മേലുണ്ടെന്ന് പറ. വലിയൊരു അത്ഭുതം നടക്കാൻ പോയി. യഹോവയുടെ കണ്ണ് എവിടെ ഉണ്ട്? നിന്റെ മേലുണ്ട്. വേദപുസ്തകം പറയുന്നു, കർത്താവിന്റെ സ്തോത്രം, പഴയ നിയമം പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ല. പക്ഷെ പുതിയ നിയമത്തിൽ നമ്മൾ ആരാ? നീതിമാന്മാരാ. ആമേൻ. ഏകന്റെ അനുസരണക്കേടിലാൽ അനേകർ പാപികളായെങ്കിൽ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി. അപ്പൊ യഹോവയുടെ കണ്ണ് ആരുടെ മേലുണ്ട്? എന്റെ മേൽ. തൻ്റെ ഇടം ഉണ്ടല്ലേ പറയാവൂ. നെഞ്ചോത്ര എന്റെ മേലുണ്ട്. നിങ്ങൾക്കറിയാമോ ഏതൊക്കെ ദുഷ്ടശക്തികൾ നിനക്കെതിരെ വെളിപ്പെട്ടിട്ടും നിന്നെ തൊടാത്തന്റെ രഹസ്യം? നിന്നെ കാണുന്ന 2 കണ്ണുകളുണ്ട്. In the name of Jesus. നിന്നെ കാണുന്ന 2 കണ്ണുകളുണ്ട്. നിന്നെ ദർശിക്കുന്ന 2 കണ്ണുകളുണ്ട്. നിനക്ക് പ്രതിസന്ധി വരുമ്പോൾ നിന്നെ നോക്കുന്ന 2 കണ്ണുകളുണ്ട്. ശ്രദ്ധിക്കണം. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും. വായിക്കുക അടുത്ത വാക്യം. അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. അടുത്തിരിക്കുന്ന തൊട്ട് പറ, എന്റെ നിലവിളിക്ക് ഒരു ചെവി തുറന്നിരിക്കുക എന്ന് പറ. രക്തബന്ധങ്ങൾ നിന്നെ അമ്മി കൈ കാണാത്തവരെ പോലെ മാറിപ്പോകുമ്പോഴും 2 കാതുകൾ നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. അടുത്ത വാക്യം. ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന്. ഇവിടെ ശ്രദ്ധിക്കണം ഒരു കാര്യം. നിന്റെ മേൽ നോക്കുന്ന അതേ ദൈവം ദുഷ്പ്രവർത്തിക്കാരന്റെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. എനിക്കിവിടെ നിന്നൊരു ദൂത് പറയാനുണ്ട്. പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ, ഉപവസിക്കുന്ന നിനക്കെതിരെ അമ്മ ചലിക്കുന്ന കരങ്ങൾക്ക് നേരെ ദൈവത്തിന്റെ കണ്ണ് പ്രതികൂലമായിരിക്കുന്നു. ദൈവത്തിന്റെ മുഖം പ്രതികൂലമായിരിക്കുന്നു. ചിലവിനെ വലിച്ചെറിയുവാൻ, ചിലവിനെ ഇല്ലായ്മപ്പെടുത്തുവാൻ എന്റെ കർത്താവിന്റെ കൈ ചലിക്കുകയാ. എന്നിട്ട്
എന്നിട്ട് താഴോട്ട് വരിക, താഴോട്ട് വരിക, വായിച്ച് സ്തോത്രം. എന്നിട്ട് ആ വാക്യം, നീതിമാന്മാർ നിലവിളിച്ച് യഹോവ കേട്ടു. നീതിമാൻ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു, ദുഷ്ടൻ വിതച്ച സകല കഷ്ടത്തിനകത്തു നിന്ന് നിന്നെ ഉദ്ധരിക്കാൻ കഴിവുള്ളവൻ ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കാൻ കൃപ ലഭിച്ചവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ഇനി നമ്മൾ ആ വായിച്ച വാക്യത്തിലേക്ക് വരാൻ പോവുക. കർത്താവ് ദാവീദ് സങ്കീർത്തനക്കാരൻ പറഞ്ഞ് താഴോട്ട് വന്നിട്ട് പറയുകയാണ്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്ന് യഹോവ അവനെ വിടുവിക്കുന്നു. അടുത്തത്, അവന്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു. വാക്യം വിട്ടുപോയി, ആ വാക്യം ഒരിക്കൽ കൂടെ നമ്മൾ ഹൃദയം നുറുങ്ങിയവർ യഹോവ സമീപസ്ഥൻ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. മതി. പക്ഷെ അതിന് വേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ എന്ത് വേണം? ഒരു നുറുക്കം വേണം. ആമേൻ. ചില ഹൃദയങ്ങൾ കഠിന ഹൃദയരാണ്. നമ്മൾ ഈ ഭൂമി ജീവിക്കുന്നതിന്റെ അർത്ഥം എന്താ? അടുത്തിരിക്കുന്ന ആളെ നോക്കി ചിരിക്കുന്നത് തന്നെ ഒരു അനുഗ്രഹം. ഒന്ന് ചിരിച്ച അടുത്തിരിക്കുന്ന ആളെന്ന് സ്റ്റേജിലൂടെ ഒന്ന് നോക്കി, നീ ഒന്ന് ചിരിച്ചാൽ തന്നെ വിടുതല. മരണ വീട്ടിൽ ഇരിക്കുന്നില്ല, മസിലൊക്കെ വിടും. സാത്താൻ പോലും പേടിച്ചു, എന്റെ പൊന്നു വെറുതെ വന്നുപോയല്ലോ എന്നായി. അങ്ങനല്ല, നിന്നെ കണ്ട നിന്റെ മുഖത്തൊരു ചിരിയൊക്കെ വേണം. ആമേൻ. എടാ, ദൈവരാജ്യത്തിന്റെ ദൈവകൃപ അനുഭവിക്കുന്നവൻ ചിരിച്ചില്ല ഈ പ്രപഞ്ചത്തിൽ വേറെ ആർക്കാ ചിന്തിക്കാൻ റൈറ്റ്? നിനക്ക് ചിരിക്കാൻ പറ്റിയില്ല, ഈ ഭൂമിയിൽ ആർക്കും ചിരിക്കാൻ പറ്റത്തില്ല. ആമേൻ. ഞാൻ ഒരിക്കൽ ഒരു കർത്താവിന്റെ ദാസൻ ആരാധിച്ചുകൊണ്ടിരുന്ന ഹോള് സുവിശേഷ വിരോധികൾ പൊളിച്ചു. ഞാൻ അറിഞ്ഞു, ഞാൻ ഒത്തിരി പോയി പ്രസംഗിച്ചൊരു സ്ഥലമാണ്. ആ ഹോളെല്ലാം പൊളിച്ച് JCBക്ക് ഇടിച്ച്. ഞാൻ പുള്ളിയെ ഇടറി ശബ്ദത്തിൽ വിളിച്ചു, ദൈവദാസനെ ഭാരപ്പെണ്ട, ദൈവം പ്രവർത്തിക്കും കേട്ടോ. അപ്പൊ എന്നോട് എന്തോ പറ്റി? ഞാൻ പറഞ്ഞു ഹോള്. ഞാൻ ഇപ്പൊ എവിടാ? അതെ, ഞാന് ദുബായ് റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് നല്ല കരിമീൻ പൊള്ളിച്ചത് തിന്നുകൊണ്ടിരിക്കുക. ഫാമിലി എല്ലാം ഉണ്ട്. ഞങ്ങളൊരു ബോട്ട് യാത്ര ഇവിടെ ഉച്ച കഴിഞ്ഞുണ്ട്. വിളിച്ച ഞാൻ ഫോൺ പെട്ടെന്ന് വെച്ചു. ഇങ്ങോട്ട് നോക്കും, ഞാൻ സന്ദേശം പറയാം. സാഹചര്യത്തിനൊത്ത് സങ്കടപ്പെടരുത്. ആമേൻ. നീ നുറുങ്ങിയ ഹൃദയത്തോടെ കർത്താവിന്റെ അടുക്കൽ ചേർന്ന് നിന്നാൽ നിന്റെ പരിഹാരം വേഗത്തിൽ സംഭവിക്കും. പുറത്തുള്ള പ്രകടനം കണ്ട് പ്രസാദിക്കുന്നവനല്ല ഞാൻ സേവിക്കുന്ന ദൈവം. നിന്റെ ഹൃദയത്തിന്റെ തകർച്ച കണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാ ദൈവം. യെശയ്യാവിന്റെ പ്രവചനത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടുണ്ടോ? കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുണ്ടോ? ഇല്ല. ഇന്ന് പകലും നിന്നെ കുരുക്കിയ കുരുക്കിൽ നിന്ന് പുറത്തെടുക്കാൻ അവൻ ശക്തനാ. പക്ഷെ വേദപുസ്തകം പറയുന്ന ശ്രദ്ധിച്ചു കേട്ടെ, നിനക്ക് വേണ്ടത് തകർന്ന ഒരു ഹൃദയമാണ്. എപ്പോഴും ഓർത്തെ, തകർന്ന ഹൃദയം ആമി എപ്പോഴാണ് ഉണ്ടാക്കുന്നത്? പ്രാർത്ഥനാ മുറിയില. ആമേൻ. നിങ്ങൾക്കറിയാമോ, ഏത് പ്രശ്നം ഉണ്ടാക്കുന്നവനെ കൊണ്ടിരുത്തി 3 ദിവസം പ്രാർത്ഥിച്ചാൽ മതി, എല്ലാ പ്രശ്നവും പോകും. ഒരാമയും വരുന്നില്ല. പ്രാർത്ഥിക്കുന്നവന് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം ഓടയും. ചിലരുടെയൊക്കെ ഹൃദയം പറവോന്റെ ഹൃദയം പോലെ. ശ്രദ്ധിക്കണം, എന്നാ ഹൃദയ? കാട്ടിന ഹൃദയം. ചില ആന്റിമാരൊക്കെ പറഞ്ഞില്ല, എന്റെ അച്ചായൻ നല്ലതാ, പക്ഷെ എന്നോ ഹൃദയം എന്നറിയോ? നോക്കി സമയം നോക്കിയൊക്കെ മുഖം നോക്കിയൊക്കെ വേണം വർത്താനം പറയാൻ. ശ്രദ്ധിച്ച് നമ്മൾ ദൂതന്റെ പ്രധാന ഭാഗത്തേക്ക് വരുന്നു. അമ്മി തകർന്നു നുറുങ്ങിമിരിക്കുന്ന ഹൃദയത്തെ, ആമേൻ ആമേൻ, അവന്റെ കൂടെ കർത്താവ് ഉണ്ട്. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, 16-ാമത്തെ ദിവസം നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നിന്ന് തകർന്നാൽ, ഓ ലോർഡ്. നിങ്ങൾക്കറിയാമോ, ഒരുവന്റെ ഹൃദയം തകരുമ്പോൾ അവന് നടക്കുന്ന ഒന്നാമത്തെ കാര്യം, ക്ഷമിക്കേണ്ടവരോട് അറിയാതെ അവന് ക്ഷമിക്കാൻ മനസ്സുണ്ടാവും. ആമേൻ ആമേൻ. ആരോടൊക്കെ അവന് വൈരാഗ്യമുണ്ടോ അത് മൊത്തം അവൻ മാറ്റിവെക്കും. ഹൃദയം തകരാൻ തുടങ്ങിയാൽ അവൻ കർത്താവിനോട് ചേർന്നിരിക്കാൻ ശ്രമിക്കും. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നിന്റെ ഹൃദയം ഇന്ന് പകൽ ആരാധനയിൽ നിന്ന് തകർക്കപ്പെട്ടാൽ, നിന്റെ സമീപസ്ഥനായി കർത്താവ് നിന്നേച്ച് പറയുക, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമെങ്കിലും അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ഇവിടെ ഒരു നല്ല കാര്യമുണ്ട്. നീതിമാൻ അനർത്ഥം വരത്തില്ലെന്നല്ല, ആണോ? അല്ല, വരും. പക്ഷെ അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കും. ഒരാമയും പറഞ്ഞാട്ട്.
രക്ഷിക്കപ്പെട്ടത് കൊണ്ട് സ്നാനപ്പെട്ടത് കൊണ്ട് പ്രതിസന്ധി മാറിയെന്ന് വരത്തില്ല. പക്ഷെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരുടെ പ്രത്യേകത, ഏത് പ്രതിസന്ധി ചെന്ന് കയറിയാലും അതിനകത്തുനിന്ന് അവൻ പുറത്തു വരും. ഏതു വലിയ പ്രതിസന്ധിക്കകത്തു നീ ചെന്ന് കയറിയാലും, ഏതു വലിയ കുരുക്കിനകത്ത് ചെന്ന് കയറിയാലും, ഏതു വലിയ പ്രശ്നത്തിൽ ചെന്ന് കയറിയാലും ശ്രദ്ധിക്കണം. നീതിമാന്റെ അനർത്ഥങ്ങൾ എന്താണ്? ഞാനൊരിക്കൽ മിഡിൽ ഈസ്റ്റിൽ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പം ഗ്ലോറി ഒരു പാസ്റ്റർ എന്നെ പ്രാർത്ഥിക്കാനായിട്ട് ഒരു വീട്ടിൽ കൊണ്ടുപോയി. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിനകത്തെ ആൾക്കാർ ആ വീട് തൂത്തുവാരിയിട്ടില്ല. കുറേ ദിവസങ്ങളായി ഗൾഫിലാണ്. സോഫായിൽ ഒരു സ്ത്രീ കിടക്കുന്നു. ഒരു മനുഷ്യൻ വളരെ ദിവസങ്ങളായി കുളിച്ചിട്ട് മുടിയെല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുന്നു. കുഞ്ഞുങ്ങൾ അവിടെ ഇവിടെ 2-3 ദിവസമായി ഡ്രസ്സ് ധരിച്ചു മാറിയിട്ടില്ല. അവിടെ ആകെ കരച്ചില്ല. ഞാൻ അവിടെ ചെന്നപ്പം പാസ്റ്ററോട് ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. ഇവർ പറയുമെന്ന് പറഞ്ഞു. ആ സ്ത്രീ നെഞ്ചത്ത് കൈ ചൂട്ടി അടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ബ്രദറിനെ വെള്ളിയാഴ്ച ഇവിടുത്തെ ഇസ്ലാമിക് കോടതി തലവെട്ടാൻ വിധിക്കുന്ന ദിവസമാണെന്ന് പറഞ്ഞു. സ്തോത്രം. അവനൊരു മദ്യപാനിയായിരുന്നു. ഞാൻ ചെന്നപ്പോൾ അവളൊരു വാക്യത്തിൻ്റെ മേലെ കൈവച്ചുകൊണ്ടിരിക്കുക. അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ വിടുവിച്ച ദൈവം എന്നെ ഓർത്ത് എൻ്റെ ആങ്ങളെ വിടുവിക്കണം. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. 3 പേർ ഒന്നിച്ച് താമസിക്കുകയായിരുന്നു. ഇവൻ മദ്യപിച്ച് ലക്കില്ലാതെ കിടക്കുമായിരുന്നു. കർത്താവിന് സ്തോത്രം. എന്തായാലും വേണ്ടി കാലം 4ാമത് ഒരാളുണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ തല വെട്ടി രാവിലെ സൂപ്പർ മാർക്കറ്റ് തുറക്കാൻ വന്നപ്പം കച്ചറ ബോക്സിനകത്ത് ഒരു മനുഷ്യൻ്റെ തല കിടക്കുന്നു. അങ്ങനെ പോലീസ് മറ്റു 2 പേര് ഒളിവിലായി. ഇവനെ അറസ്റ്റ് ചെയ്തു. ഇവൻ മദ്യപിച്ച് കിടക്കുമായിരുന്നു. കൊല്ലാൻ ഉപയോഗിച്ച കത്തി ഇവൻ്റെ തലക്ക് കൊണ്ടുവച്ചു. ചുരുക്കി പറയാം, ഇവൻ ജയിലിലായി. അവിടുത്തെ നിയമമാണ്, നിയമം ഭയങ്കര സ്ട്രോങ് ആണ്. ശ്രദ്ധിക്കണമേ. ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുവാനായി ചെന്നോ ആ ജയിലിനകത്ത് ചെറുപ്പക്കാരനെ കാണാനായിട്ട് ഞാൻ അവരോട് പോയി. ഞാൻ അവൻ്റെ ദേഹത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാനോട് ചുമനെ, നിനക്ക് സങ്കടമുണ്ടോ? അവൻ പറഞ്ഞു, എനിക്ക് സങ്കടമുണ്ട്, ഞാൻ മരിക്കാൻ പോവാ. ജീസസ്. ഞാൻ ചോദിക്കും, നിനക്കൊരു ജീവിതം കർത്താവ് തന്നാൽ യേശുവിന് വേണ്ടി ജീവിക്കുമോ? അവൻ പറഞ്ഞു, എനിക്ക് കൊല്ലാതെ ജീവപര്യന്തം ശിക്ഷിച്ചായാലും ഞാൻ പുറത്തിറങ്ങിയാൽ യേശുവിന് വേണ്ടി ആ മിനിറ്റ് മുതൽ ജീവിക്കും. ആ ചെറുപ്പക്കാരൻ്റെ ദേഹത്ത് കൈവെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇവൻ്റെ പ്രാണന് ഒരു ദോഷവും വരത്തില്ല. എൻ്റെ അവിശ്വാസം കൊണ്ട് ഞാനത് അവരോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, കർത്താവ് വിടുവിക്കും. ഇത്രയും മാത്രമേ പറഞ്ഞുള്ളൂ. ശ്രദ്ധിക്കണമേ. പക്ഷേ അന്ന് രാത്രി മുഴുവൻ ഞങ്ങൾ ആ വീടിനകത്ത് ഞാനും അവരോടുകൂടെ ജോയിൻ ചെയ്തു, പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. പ്രാർത്ഥനയുടെ ശക്തി ഭയങ്കരമാണ്. കർത്താവിന് സ്തോത്രം. പിറ്റേന്ന് രാവിലെ അവരുടെ പള്ളി കൂടി കഴിഞ്ഞാൽ ഉടനെ ഇവനെ കൊല്ലുകയാണ്. കർത്താവിന് സ്തോത്രം. പക്ഷെ രാവിലെ ഞാൻ മീറ്റിംഗ് നടത്തി പ്രസംഗിക്കാൻ പോയ സ്ഥലത്തേക്ക് ഒരു ഫോൺ കോൾസ് വന്നു. ഈ പ്രാർത്ഥിക്കാൻ വന്ന ആ സിസ്റ്ററാണ്. അവർ ഫോണിൽ കൂടെ അലറിക്കറിയുക. ഞാൻ ഓർത്ത് മരിച്ചെന്ന്. പക്ഷെ ആ സ്ത്രീ അലറിക്കറിഞ്ഞിട്ട് പറയുക, എൻ്റെ ആങ്ങളെ വിടുവിക്കപ്പെട്ടു. ഞങ്ങൾ ചോദിച്ചു, വലിയ അർത്ഥിയാണ്. ഞങ്ങൾ ചോദിച്ചു, എങ്ങനെയാണ് സംഭവിച്ചത്? അവൾ പറഞ്ഞു, കർത്താവിന് സ്തോത്രം. രാത്രി പോലീസ് വാഹനങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഒളിവിപ്പോയ 2 പേരെ പോലീസ് കൈ കാണിച്ച് നിർത്താതെ പോലീസ് വണ്ടിയെ ഫോളോ ചെയ്ത് പിടിച്ചപ്പോൾ പിടികിട്ട പുള്ളികൾ 2 പേരും അതിലുണ്ടായിരുന്നു. അവർ സമ്മതിച്ചു അവരാ കുറ്റം ചെയ്തതെന്ന്. അന്ന് രാവിലെ നോക്കി ഈ ചെറുപ്പക്കാരനെ വിടുകയും മറ്റേ 2 പേരെ കൊല്ലുകയും ചെയ്തു. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം. കർത്താവിന് സ്തോത്രം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമെങ്കിലും അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. വിശ്വസിച്ചാൽ ഞാനൊരു ദൂത് പറയാം. നിന്നെ ഓർത്തു നിന്റെ ചാർച്ചക്കാരെ വിടുവിക്കാൻ ദൈവം ശക്തനാ. നിന്നെ ഓർത്തു നിന്റെ രക്തബന്ധങ്ങളെ വിടുവിക്കാൻ ദൈവം ശക്തനാ. ഇന്ന് പകലും വിശ്വസിക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാവ് പറയുക, ദൈവത്തിന് സ്തോത്രം, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ അറിയാവുന്നൊരു ഭാഗം ഞാൻ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരാം. വായിക്കണ്ട. ഒരു കനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്ന ചരിത്രം മത്തായിയിൽ എഴുതിയിട്ടുണ്ട് വ്യക്തമായി. ആ കനാന്യ സ്ത്രീയെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കി. കർത്താവിന് സ്തോത്രം. അവളെ കുറിച്ച് വേദപുസ്തകം പറയുന്നവൾ തകർന്ന ഹൃദയത്തോടെ യേശുവിന്റെ അടുക്കൽ വരികയാ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾ ഒരു വിഷയവുമായിട്ട് കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് തകർന്ന ഒരു ഹൃദയമാണ്. ഒരാമയും പറഞ്ഞാട്ട്. എപ്പോഴും ഞാൻ പറയാം, കരയാൻ കഴിയാത്തവര് കരയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. എവിടെ കരയണം? ലോകത്തിന്റെ മുമ്പിൽ കരയരുത്. എവിടെ കരയണം? കർത്താവിന്റെ അടുക്കൽ കരയണം. എങ്ങനെ കരയണം? പേടിച്ചിട്ട് കരയുകയല്ല, സ്നേഹിച്ചിട്ട് കരയണം. നിങ്ങൾ കണ്ടിട്ടോ, ഈ ചില പാട്ടൊക്കെ എഴുന്നേറ്റ് സ്ലോലി പാടുമ്പോൾ സൺഡേ ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ സ്തോത്രം. പാടി കരയും. കർത്താവിന് സ്തോത്രം. എത്രയോ നല്ല പാട്ടുകൾ ഇവിടെ പാടുമ്പം കർത്താവിന് സ്തോത്രം. ഞാൻ ഇന്ന് ഓർക്കുന്നു, കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നിൻ സാന്നിധ്യം മതി ഞങ്ങൾക്ക് എന്ന പാട്ട് പാടുമ്പം അതെപ്പ ചുമ്മാതെ മൂളിക്കേട്ടാലും എനിക്ക് കരയാൻ തോന്നും. ശ്രദ്ധിച്ചു കേട്ടെ. കർത്താവിന്റെ സ്തോത്രം. എപ്പോഴും ഒരു കാര്യം ഓർക്കണം,
കരയുന്നൊരു ദൈവ പൈതൽ, കണ്ണുനീരുള്ളൊരു ദൈവ പൈതൽ ഏത് പ്രതിസന്ധിയിൽ നിന്നും പുറത്തു വരും. നിന്റെ ഏത് രോഗവും സൗഖ്യമാവും. ഒരാമയും പറഞ്ഞാട്ടെ. എപ്പോഴും ഓർക്കണം, ഈ ഫാസ്റ്റിംഗ് പ്രയറിനകത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ കൈ നിന്നെ വന്ന് തൊടും, നീ സൗഖ്യമാകുകയും ചെയ്യും. ആമേൻ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് പകലൊന്ന് സൗഖ്യമാകണമെന്ന്? ആരും നിങ്ങളുടെ അടുക്കൽ വരണ്ട, ആരും നിങ്ങളുടെ തലയെ കൈവെക്കണ്ട. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ രോഗം തന്നെ ഇറങ്ങിപ്പോകും. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഞാൻ ദൂതിന്റെ ഗൗരവത്തിലേക്ക് വരുന്നു, ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുന്നു. പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചു തരിക, ഇതുവരെ നടക്കാത്ത ചില കാര്യങ്ങൾ ഇന്ന് സംഭവിക്കും. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമെങ്കിലും അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. വേദപുസ്തകം പറയുന്നു, നിന്നെ ചിലതിനകത്തുനിന്ന് കർത്താവ് പുറത്തെടുക്കാൻ പോകുകയാ, ചിലതിനകത്തുനിന്ന് ദൈവം വിടുവിക്കാൻ പോകുകയാ. നടക്കത്തില്ലെന്ന് സംഭവം ചിന്തിച്ച പലതിന്മേലും ഇതാ ദൈവത്തിന്റെ അദൃശ്യ കരം ഇന്ന് പകൽ വെളിപ്പെടുകയാ. എന്താ സിസ്റ്റർ പേര്? എന്റെ പേര് സേതുലക്ഷ്മി. സേതുലക്ഷ്മി, എത്ര നാൾ കൊണ്ട് ഈ ചെവി? 4 വർഷമായിട്ട് കൈ താത്തിട്ടാണ്. 4 വർഷം കൊണ്ട് ഈ ചെവി ഒട്ടും കേൾക്കത്തില്ലായിരുന്നു. ഒരു ചെവിയുടെ സഹായത്തിലാ ജീവിച്ചേ. മൊബൈലൊക്കെ സ്പീക്കർ ഫോൺ ഇട്ടാ ഈ ചെവി വെക്കുന്നേ. ഈ ചെവി ഒട്ടും കേൾക്കത്തില്ല. ഇപ്പൊ ഇവിടെ പ്രാർത്ഥിച്ചപ്പോ എന്താ സംഭവിച്ചേ? എനിക്ക് ഏതാണ്ട് ഓർമ്മയില്ലാതെ എനിക്ക് വിമിഷ്ടമുണ്ടായിരുന്നു. താഴെ വീണു. ചോദിക്കുന്നത് ഇപ്പൊ ചെവി കേട്ടോ? നല്ലതായിട്ട് കേൾക്കും. 4 വർഷം കൊണ്ട് അടഞ്ഞ ചെവിയെ എന്റെ കർത്താവ് തുറക്കുക. ആന്റി എന്താ പേര്? എന്റെ പേര് ലീലാമ്മ. ലീലാമ്മ. എവിടെയാ ലീലാമ്മയുടെ സ്ഥലം? എന്റെ വീട് വെള്ളത്തുരുത്തില്. വെള്ളത്തുരുത്തില്. എത്ര നാൾ കൊണ്ട് ഇവിടെ ആ മഴ ഉണ്ടായിരുന്നു? അത് കൃത്യമായിട്ട് അറിഞ്ഞത് 1 വർഷമേ. 1 വർഷമേ. 2011 തൊട്ട് എനിക്ക് ഉണ്ട്. ജീസസ്. തൊടുമ്പോ നല്ലതായിട്ട് അറിയായിരുന്നു. ഇങ്ങനെ തൊടുമ്പോ നന്നായിട്ട് അറിയായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ അതില്ല. ഇപ്പൊ അതവിടെ ഇല്ല. 1 വർഷമായി കൊണ്ടു നടന്ന മഴ ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ആ മിനിറ്റിൽ യേശു സൗഖ്യമാക്കി. ഇവിടെ രോഗത്തോട് ഇവൾ എതിർക്കാൻ തുടങ്ങി. അപ്പോൾ രോഗം ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിന്റെ ശരീരത്തിൽ കൊണ്ടുവച്ച പല രോഗത്തെയും ഇന്ന് എതിർക്കുമ്പോൾ ഇറങ്ങിപ്പോകും. സന്തോഷമായോ? സന്തോഷമായി. 13.8 സെന്റിമീറ്റർ വലിപ്പം ഉണ്ടായിരുന്നു. 13.8 സെന്റിമീറ്റർ വലിപ്പം ഉണ്ടായിരുന്നു. യേശു 1 മിനിറ്റ് കൊണ്ട് അതിനെ എടുത്തു കളഞ്ഞു. സ്കാനിങ് തെളിഞ്ഞു. 13.8 സെന്റിമീറ്റർ വലിപ്പമുണ്ടായിരുന്നു. കർത്താവ് അതിനെ തൊട്ട പിടിവിച്ചു. ഹല്ലേലൂയ. ഇവിടെ ചോദിക്കാം, കർത്താവിന്റെ സ്തോത്രം. എന്താ സിസ്റ്റർ പേര്? ഏലിക്കുട്ടി. ഏലിക്കുട്ടി. വയറിന്റെ മേളിലായിട്ട് 1 വർഷങ്ങളായിട്ട് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ നിൽക്കുക. പക്ഷെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ പിടിക്കും, മാറത്തില്ല. ഇപ്പോഴോ? ഇന്ന് ഇവിടെ വന്ന് നിന്നപ്പോ ഞാൻ ഇവിടെ ചങ്കത്ത് ഇങ്ങനെ ഞെക്കി പിടിച്ചോണ്ട് പ്രാർത്ഥിച്ചപ്പോ മാറി. ഇപ്പോഴത് അവിടെ ഇല്ല. അവിടെ വയറിന് മേളിൽ മുഴച്ചു നിന്ന ഒരു വലിയ മുഴയെ കർത്താവ് എടുത്തു മാറ്റി. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ അനുഗ്രഹത്തിന്റെ വചനം നിങ്ങളെ നിശ്ചയമായി സ്പർശിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം ആഗ്രഹമില്ലേ ഒന്ന് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ എനിക്ക് അനുഗ്രഹത്തെ ഏറ്റെടുക്കാം? ഞാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് വിലയേറിയ രക്തം തന്ന് വീണ്ടെടുത്ത മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങേ അറിയാത്ത മക്കൾ ഈ വചനം കേൾക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. അനുഗ്രഹം അവർക്കൊരനുഭവമാകട്ടെ കർത്താവേ. അവരെ നിന്ദിച്ചവരുടെ മുമ്പിൽ, അവരുടെ തകർച്ച കണ്ട് ചിരിക്കുന്നവരുടെ മുമ്പിൽ കർത്താവ് അവരെ ഒരു അനുഗ്രഹം അനുഭവിക്കാനായിട്ട് കർത്താവ് ഒരുക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇന്നത്തെ വചനത്താൽ അവരുടെ ജീവിതത്തിലെ എല്ലാ ശാപവും പൊട്ടി, എല്ലാ തകർച്ചയും മാറി അവർ ഭയങ്കര അനുഭവമുള്ളവരായി, അനുഗ്രഹത്തിൻ്റെ അനുഭവമുള്ളവരായി തീരട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഇവരുടെ കൈകളിലേക്ക് അനുഗ്രഹം കൊടുത്താട്ട്, ഇവരുടെ കൈകളിൽ ലക്ഷങ്ങൾ ദൈവം കൊടുത്താട്ട്, ഇവരെ നിന്ദിച്ചവരുടെ മുമ്പിൽ ഇവരെ ഒരു കോടീശ്വരനാക്കി ദൈവം നിർത്തിയാട്ട് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുക. കർത്താവേ, ഭൗതിക അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതിനുപരി ആത്മിക അനുഗ്രഹം കൊടുത്ത്, ആത്മിക സമ്പത്ത് കൊടുത്ത് ഇവരെ മാനിക്കാൻ പ്രാർത്ഥിക്കുക. ഇവരുടെ രോഗത്തെ സൗഖ്യമാക്കിയാട്ട്, അത്ഭുതങ്ങൾ ചെയ്താട്ട്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.